അപ്പോൾ മോഡ്യൂൾ 5 നമ്മൾ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും നമ്മൾ ഡിഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾ ആക്ച്വലി ഇത് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നോളേജ് തരുന്ന രീതിയിൽ മാത്രമാണ് നമ്മുടെ ഒരു സിലബസ് കിടക്കുന്നതും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 2 പോർഷനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഫസ്റ്റ് ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള ആ ഒരു ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ റിയൽ ഗ്യാസ് ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോർഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ്ചർ ഓഫ് ഗ്യാസസ്, അത് ഒന്നിൽ കൂടുതൽ ഗ്യാസസ് എന്ത് ചെയ്യുന്നു നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ. അപ്പോൾ ഇങ്ങനെ ഈ 2 പോർഷൻസാണ് നമുക്ക് എന്തെങ്കിലുള്ളത് ഈ ഒരു ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ മോഡ്യൂൾ 5 വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എന്താണ് ബുദ്ധി പ്രയോഗിക്കേണ്ട സാധനമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഒരു തവണ വായിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പിക്സാണ് 5th മോഡ്യൂളും 6th മോഡ്യൂളിലുമായിട്ട് കിടക്കുന്നത്. 6th മോഡ്യൂളിൽ ഇതുകൂടി ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് കൺസെപ്റ്റ് ഓഫ് ഐഡിയൽ ഗ്യാസ്? ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ഹാസ് നോ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. അതായത് മോളിക്യൂൾസ് തമ്മിൽ ഇപ്പോൾ 2 മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവത്തില്ല, ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ ഇല്ലാത്തൊരു കൺസെപ്റ്റാണ് നമ്മുടെ എന്താണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഫേസ്. അതിൻ്റെ ഫേസ് ചേഞ്ച് നടക്കുന്നില്ല. തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ അതെന്ത് പ്രോസസ്സ്, പ്രഷർ കൂടുകയോ കുറയോ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുന്നാലും അവിടെ എന്ത് നടക്കുന്നില്ല, ഫേസ് ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. മൂന്നാമത് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇറ്റ് ഫോളോസ് ദി ഇക്വേഷൻ PV = RT. നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്കാണ് വരേണ്ടത്. ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയും. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് പറയുന്നതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഏതൊരു ഇക്വേഷനെയും നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്യാസിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാവുന്ന സാധനം എന്ന് പറയുന്നത് നമ്മളൊരു ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്രം ഇത് ചാൾസ് ലാ, ബോയിൽസ് ലാ ഒക്കെ പഠിച്ചിട്ട് ഫ്രം കമ്പൈൻഡ് ഇതാണ് ഗ്യാസ് ഇക്വേഷൻ we have നമുക്ക് എന്തറിയാം, P1 V1 by എന്ത് പഠിച്ചിട്ടുണ്ട് സ്പെസിഫിക് ആണ്, P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2 എന്ന് പഠിച്ചിട്ടില്ലേ? അതായത് ഇതാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ P1 V1 by T1 P2 V2 by T2 ഒക്കെ ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ ബോയിൽസ് ലായും ചാൾസ് ലായും കൂടെ കമ്പൈൻ ചെയ്താണ് ഈ ഒരു കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. ഇത് കൊച്ചു ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനം. അപ്പോൾ ഇത് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് എന്ന് എനിക്ക് പറഞ്ഞൂടെ? ആണല്ലോ. ആ സാധനമാണ് നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരിക്കുന്നത്. അതായത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദ ഇക്വേഷൻ PV/T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആ ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയും. അപ്പോൾ ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. T അങ്ങ് അപ്പുറത്തുകൊണ്ട് പോയാൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? P × സ്മാൾ ലെറ്റർ V ആണ്, R × T എന്ന് എഴുതാം. സ്മാൾ ലെറ്റർ V എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വോളിയം ആയതുകൊണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ PV = എന്താണ് R × T. അപ്പോൾ ഇതിൻ്റെ പല വകഭേദങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ R എന്ന് പറയുന്ന സാധനം ആക്ച്വലി എന്താണ്? അവിടുത്തെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ R-നെ വിളിക്കുന്ന പേര് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് നമ്മളെന്ന് പറയും ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ PV = RT എന്ന് പറയുന്ന സാധനത്തിൽ R എന്ന് പറയുന്നതിനെ നമ്മൾ എന്നാ വിളിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കാമെന്ന് നിങ്ങൾക്ക് ചിലവർക്ക് മനസ്സിൽ തോന്നുന്നെങ്കിൽ അത് തെറ്റാണ്. ഇത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അല്ല, ഇത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് R എന്ന് പറയുന്നത്. ഓരോ ഗ്യാസിനും ഓരോന്നായിരിക്കും. കാര്യം നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ നിന്നാണ് വരുന്നത്. ഓരോ ഗ്യാസും ബിഹേവ് ചെയ്യുന്നത് ഈ എന്താണ് P1 V1 = P2 V2 V1/T1 = V2/T2 ആ 2 സാധനവും ഓരോ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി ഇത് സ്പെസിഫിക് വോളിയം അല്ലേ? സ്പെസിഫിക് വോളിയം എന്ന് പറയുന്ന സ്മാൾ ലെറ്റർ V അല്ലേ? അപ്പോൾ ഈ സ്പെസിഫിക് വോളിയം സ്മാൾ ലെറ്റർ Vനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ക്യാപിറ്റൽ V/mass. അതായത് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ് അവിടുത്തെ എന്താണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. P × V/T
എം ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി എന്നാവും അല്ലേ. ഇവിടെ നിന്ന് ഈ എം അങ്ങ് അപ്പുറത്ത് പോയാൽ എന്താവും, പി ഇൻറ്റു ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ ഇൻറ്റു ടി. അപ്പോൾ ചിലവരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും പി വി ഈസ് ഈക്വൽ ടു എം ആർ ടി എന്ന് പറയുന്നതല്ലേ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ആണ്. പക്ഷേ അവിടുത്തെ വി ചെറിയ വി അല്ല, വലിയ വി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇക്വേഷനിൽ പി എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഇറ്റ് ഈസ് പ്രഷർ ആണെന്നറിയാം. ഓക്കെ, വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഇറ്റ് ഈസ് വോളിയം. ഇത് മീറ്റർ ക്യൂബിലുള്ള വോളിയമാണ്, ടോട്ടൽ വോളിയമാണ്. പ്രഷർ എന്ന് പറയുന്നത് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി മാസ് എം എന്ന് പറയുന്നത് എന്താണ്, മാസ് ആണെന്നറിയാം, ദറ്റ് ഈസ് ഇൻ കിലോഗ്രാം. പിന്നെ ആർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓർ കെൽവിൻ, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുത്ത് വെച്ചിട്ട് പി വി സി ആർ ടി വി എന്ന് പറഞ്ഞാൽ ഓളിയോ എന്ന് പറഞ്ഞു കളയരുത്. ഹിയർ ദ സ്മാൾട്ടർ വി ഈസ് ആക്ച്വലി ദ സ്പെസിഫിക് വോളിയം. അതെന്താണ്, അവിടുത്തെ സ്പെസിഫിക് വോളിയം ആണ്. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ ഇത് പെർഫെക്റ്റ് ഗ്യാസ്, ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്, അപ്പോൾ ദിസ് ഈസ് ട്രൂ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിന്ന് പി വി സി ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്ന സാധനമല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് യൂണിറ്റ് ഓഫ് ആർ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആർ ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് പി വി ഡിവൈഡഡ് ബൈ ടി ചെയ്താൽ പോരെ. പി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. വി എന്ന് പറയുന്ന സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്ത് കിട്ടും, മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം കിട്ടും. ദ ഹോൾ ഡിവൈഡഡ് ബൈ കെൽവിൻ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 1/k കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മീറ്റർ സ്ക്വയറും ഒരു മീറ്ററും പോയി. പിന്നെ ബാക്കി എന്തുണ്ട്, ന്യൂട്ടൺ മീറ്റർ ഡിവൈഡഡ് ബൈ താഴെ കിലോഗ്രാമും ഒരു കെൽവിനുണ്ട്, കിലോഗ്രാം കെൽവിൻ ഒന്നുണ്ട്. ഈ ന്യൂട്ടൺ മീറ്റർ നമ്മൾ ജൂൾ എന്ന് പറയും. അപ്പോൾ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് അവിടുത്തെ ഒന്നെന്ന് പറയാൻ പറ്റും, ഇതെന്ന് പറയാം. ഇത് ജൂൾ പെർ യൂണിറ്റ് കിലോഗ്രാം കെൽവിനാണ് ദ യൂണിറ്റ് ഓഫ് ആർ, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കിലോ ജൂളിലും പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഓരോന്നിനും ഓരോ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറ്റുന്നതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് അപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ പി നമ്മുടെ ഇക്വേഷൻ എന്താണ്, പി ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ വി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു ടി ആണ് സംഭവം. നമ്മളിപ്പോൾ ഒരു ഗ്യാസ് എടുക്കുകയാണ്. ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസ് ആണല്ലോ. ഓരോ മോളിക്യൂൾസിൻ്റെയും വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എം ആണ് അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എം ആണ്. നമ്മളിപ്പോൾ എം കിലോഗ്രാം ആണെന്ന് പറയാം അല്ലേ. കിലോഗ്രാം പറയുകയാണെങ്കിൽ കിലോ അതിൻ്റെ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരിക്കും, അതവിടെ നിൽക്കട്ടെ. അപ്പം എം ആണ് അവിടുത്തെ മോളിക്കുലാർ മാസ് എങ്കിൽ ഇവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, 1 2 3 4 5 6. സേ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു, അതായത് എത്ര മോളിക്യൂൾസ് ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എൻ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഒരു മോളിക്യൂളിൻ്റെ മാസ്സാണ് ക്യാപിറ്റൽ ലെറ്റർ എം. അപ്പോൾ ടോട്ടൽ മാസ് കണ്ടുപിടിക്കാൻ മാസ് എം, സ്മാൾ ലെറ്റർ എം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസിനെ ഒരു മോളിക്യൂളിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് എൻ ഇൻറ്റു എം ചെയ്താൽ മതിയല്ലോ. ആ സംഭവം ഞാൻ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് എം ഈസ് ഈക്വൽ ടു എനിക്കറിയാവുന്നുള്ളത് ബട്ട് എം ടോട്ടൽ മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എന്താണ് മോളിക്കുലാർ മാസ്. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒരു വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ പി ഇൻറ്റു ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ ആർ ഇൻറ്റു ടി എന്ന് കിട്ടത്തില്ലേ. ഈ ക്യാപിറ്റൽ എം ഇൻറ്റു ആറിനെ ഞാനൊരു വേറൊരു കാര്യം, ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മോളിക്കുലാർ മാസ് സെയിം ആണ്. ഒരു മോളിക്യൂളിൻ്റെ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ വേറൊരു കോൺസ്റ്റൻ്റായി മാറി. ആ കോൺസ്റ്റൻറ്റിനെ പി വി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ ഇട്ടിട്ട് മുകളിലൊരു ബാർ ഇട്ടു ആർ ടി എന്ന് എഴുതി.
പല രീതിയിൽ പല സ്ഥലത്ത് റെപ്രസെൻ്റ് ചെയ്യും. തിരിച്ച് നൊട്ടേഷൻസ് കൊടുക്കുന്നവരും ഉണ്ട്, കൊടുക്കുന്ന ടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് P × V = N × R × T ആണ്. അവിടെ ആറിൻ്റെ മുകളിൽ ഒരു R ബാറാണ്. ഈ R ബാർ എന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നറിയോ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? അതായത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R ബാർ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? മോളിക്കുലാർ മാസിനെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? M കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഫോർ ഫൈൻഡിങ് R വി ഹാവ് ടു ഡിവൈഡ് R ബാർ വിത്ത് M. R ബാറിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഏതൊരു ഗ്യാസിനും കോൺസ്റ്റൻ്റ് ആണ്. അതായത് അതിൻ്റെ മോളിക്കുലാർ വെയിറ്റും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതെന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറഞ്ഞു നിൽക്കുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഇത് രണ്ടുമുള്ള വ്യത്യാസം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾ ഓൾറെഡി അറിയാമെന്നുള്ളത് തന്നെ കേട്ടിട്ടുണ്ടാവും. 8314 ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. അതായത് നമ്പർ ഓഫ് മോൾസും കൂടെ കൊണ്ടൊരു ഡിവിഷൻ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്ന ഈ ഒരു യൂണിറ്റിൽ വിളിക്കുന്നത്. യൂണിറ്റ് ഞാനിവിടെ എഴുതി നോക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം. അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ്സ് കൂടെ വരുന്നു. അപ്പോൾ 1 മോളിൻ്റെ മാസം കൂടെ വരുന്നു. അതുകൊണ്ടാണ് കിലോഗ്രാം മോൾ എന്ന് ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത്. R എന്ന് പറയുന്ന സാധനം R ബാർ = M × മോളിക്കുലാർ മാസ് × എന്താണ്? R ആണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് സംഭവവും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസും അതാണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ, അതപ്പോൾ നിങ്ങൾക്ക് PV = RT എന്ന് പറഞ്ഞ ഇക്വേഷൻ വന്നപ്പോൾ മനസ്സിലായിക്കോളണം. V സ്പെസിഫിക് വോളിയം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷൻ തന്നെയാണ് ഇതും, പക്ഷേ അവിടെ സ്മാൾ ലെറ്റർ V മാറ്റി V/M, ക്യാപിറ്റൽ V/M എത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എമ്മിന് N × M കൊടുക്കുമ്പോൾ NRT എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവുമായിരിക്കും ഇത് ഏത് ഇക്വേഷൻ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കാൻ തോന്നിയിട്ടുണ്ടാവും. സംഭവം ഇത് 3 ഒന്നാണ്. പക്ഷേ 3-ൽ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചാണ് 3 ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് തരുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത നമ്മുടെ ഇതിൽ പറയുന്നത് നോക്കട്ടെ, ഡെറിവേഷൻ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. നോക്കൂ, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഈ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസിലേക്കുള്ള ഒരു ഡീവിയേഷൻ കാണിക്കുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ എന്താണ് നമ്മൾ അവിടെ പറയുമ്പോൾ നിങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ടാവും ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ ഗ്യാസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ആ ഡീവിയേഷൻ പറഞ്ഞിട്ട് ഗ്യാസ് കോൺസ്റ്റൻസും നമ്മൾ അതും പറഞ്ഞതിന് ശേഷം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഐഡിയൽ ഗ്യാസിൻ്റെ അതിൻ്റെ ഗ്യാസ് കോൺസ്റ്റൻസ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞു. ഇനി ഇത് ആക്ച്വലി ഷോ ചെയ്യുന്നത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് is a equation of state. That means equation of state എന്ന് പറഞ്ഞാൽ pressure volume temperature relationship ആണ്, which is in that equation the real gas behavior എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ ആവുകയാണ്. അതായത് deviation from എന്താണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ് നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ച് കുറച്ച് അസംഷൻസ് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു വെക്കേണ്ടത് ആ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൻ്റെ ഡീവിയേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പറയേണ്ടത് ഫ്രം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലാണ് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ കുറച്ച് ബിഹേവിയർ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫ്രം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദ കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അതായത് കൊളിഷൻ ഓഫ് molecules are എന്തെന്ന് പറയും, perfectly
ഇലാസ്റ്റിക് ഇൻ നേച്ചർ എന്ന് പറയും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ദർ ഈസ് നോ മോളിക്കുലാർ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. നോ മോളിക്കുലാർ attraction between the particles of gas. ഓക്കെ, മൂന്നാമത്തെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെന്ന് പറഞ്ഞാൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ദ ഗ്യാസ്. as compared to volume of the gas. Volume occupied by the gas molecules negligible ആണ് as compared to. അപ്പം ഇതാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൻ്റെ എന്തെന്ന് പറയുന്നത് തത്വങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിന്ന്. പക്ഷേ റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അവിടെ ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ ഫോഴ്സസ് ഉണ്ടാവും. ഇവിടെ രണ്ടാമത് പറയുന്ന വോളിയം ഒക്കുപ്പൈഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾ ഫുൾ ഇതെടുക്കുമ്പോൾ ഈ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദീസ് മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ, അത് നമ്മൾ എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ആ വോളിയം ഒക്കുപ്പൈഡ് എന്ന് പറയുന്നത് മോളിക്കുലാർ വോളിയംസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യണം റിയൽ ഗ്യാസിൽ. അതിൻ്റെ ആ വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന കാരണമാണ്. അപ്പോൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെറ്റപ്പ് by incorporating the following two corrections into the equation of state. അതായത് രണ്ട് കറക്ഷൻസ് ആണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിന് കൊടുക്കുന്നത്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പി വി ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ സ്റ്റേറ്റിൽ രണ്ട് കറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും രണ്ടാമതെന്ന് പറയുന്നത് വോളിയം കറക്ഷനും. അപ്പം നമുക്ക് ഇവിടെ മെയിനായിട്ട് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒന്ന് മോളിക്യൂൾസ് തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെന്നും രണ്ടാമത് ആ മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്, നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അതിൻ്റെ എന്ത് സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുമ്പോൾ അത് ആണ് നമ്മൾ എന്താണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കറക്ഷൻസ് നമ്മൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ സ്റ്റേറ്റിൽ വാൻ ഡെർ വാൾസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് എഴുതി വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ടു corrections are made on PV is equal to RT by എന്താണ് വാൻ ഡെർ വാൾ. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് വോളിയം കറക്ഷൻ. അതായത് വോളിയത്തിന് കൊടുക്കുന്ന കറക്ഷൻ അവിടെ. അപ്പം ഇവിടെ എഴുതി വെക്കേണ്ട ഇതിന് വേണ്ട സാധനം, ഇതിന് വേണ്ട നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പം ആക്ച്വലി ഇവിടെ വോളിയത്തിൻ്റെ കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് വോളിയം എന്ത് ചെയ്യുന്നു, ഒരു സ്മാൾ വോളിയം ഇൻഫൈനൈറ്റ് വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻഫൈനൈറ്റ്ലി സ്മാൾ വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നതാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ വരുന്നത്. പക്ഷേ റിയൽ ഗ്യാസിൻ്റെ കേസിൽ മോളിക്യൂൾസ് ഒക്കുപ്പൈ എ ഫൈനൈറ്റ് വോളിയം. അതായത് വോളിയം കറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ടത് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മോളിക്യൂൾസ് ഒക്കുപ്പൈ എ ഫൈനൈറ്റ് വോളിയം. ആ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫൈനൈറ്റ് വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഫൈനൈറ്റ് വോളിയം ഒക്കുപ്പൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ വോളിയം അവൈലബിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് വോളിയം പറയുന്നതെന്ന് പറഞ്ഞാൽ സ്പെസി വോളിയം സ്മാൾഡർ വി പറയുന്നതിൽ കുറച്ച് വോളിയം എന്ന് പറയുന്നത് അവിടെ എന്താണ് കുറവായിരിക്കും. അത്രയും വോളിയം നമ്മളിപ്പോൾ ടോട്ടൽ വോളിയം എടുക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് ആ മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് അവിടെ എടുക്കുന്നില്ല. അപ്പം ദ ഫ്രീ വോളിയം അവൈലബിൾ ഫോർ മോളിക്കുലാർ മോഷൻ, അതായത് നമ്മൾ ഇവിടുത്തെ സ്പെസി വോളിയം എടുക്കുവാണ്. അപ്പോൾ അവിടുത്തെ ആക്ച്വലി ഈ മോളിക്യൂൾസ് തമ്മിലൊരു എക്സ്ട്രാ എന്തുണ്ടാവും, ഒരു സ്പേസിങ് ഉണ്ടാവും. അപ്പോൾ ആ മോളിക്യൂൾസിന് ആ ഒരു സ്പേസിങ്ങിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള വോളിയം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ദ ഫ്രീ വോളിയം അവൈലബിൾ ഫോർ എന്താണ് മോളിക്കുലാർ
മോഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ മോളിക്കുലാർ മോഷൻ അവൈലബിൾ ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് എന്തായിട്ട് എന്ന് എടുക്കും? ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഒരു സെർട്ടൻ പോർഷൻ കുറച്ചത്, അതായത് മോളിക്യൂൾസിൻ്റെ വോളിയം കൂടെ കുറച്ചത്. അപ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആക്ച്വലി അവിടെ ഉണ്ടാകുന്ന കറക്ഷൻ ഈ മോളിക്കുലാർ വോളിയം കൂടെ കുറച്ചതായിരിക്കും ഫ്രീ വോളിയം അവൈലബിൾ ഫോർ എന്താണ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യേണ്ടി വരും? വി മൈനസ് ബി എന്ന് പറയുന്ന ഒരു ടൈം അവിടെ എന്ത് ചെയ്യേണ്ടി വരും? റീപ്ലേസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കറക്ഷൻ എന്ന് പറയുന്നത് കറക്ഷൻ ഇൻ ഫോഴ്സ് ഓഫ് മോളിക്കുലാർ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ മോളിക്കുലാർ അട്രാക്ഷൻ. അപ്പോൾ അവിടെ മോളിക്കുലാർ അട്രാക്ഷന് വേണ്ടിയിട്ട് അവിടെ ഒരു കറക്ഷൻ വാൻ ഡെർ വാൾസ് കൊണ്ടുവന്നു. മോളിക്കുലാർ ഇൻട്രാക്ഷൻ റിയൽ ഗ്യാസിൽ ഫോഴ്സ് ഓഫ് എന്താണ് മോളിക്കുലാർ ഇൻട്രാക്ഷൻ ഈസ് റിയൽ, അല്ലെങ്കിൽ ഇൻ റിയൽ ഗ്യാസസ് ദർ ഈസ് എന്താണ് മോളിക്കുലാർ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എന്താണ് മോളിക്യൂൾസ്. അവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള എന്താണ് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. There are forces of molecular interaction. അതുകൊണ്ട് നമുക്ക് എന്താണ് there will be a smaller number of impact with the walls of the container. അതായത് നമുക്ക് ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ നമ്മളിപ്പം വോളിയം ഒക്കുപ്പൈ ചെയ്യുന്ന ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ വാൾസിൽ അതിലൊരു എന്താണ് ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് വരുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രഷറിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രഷറിന് ഒരു ചെറിയൊരു കറക്ഷൻ ഫാക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞോ A/V² എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ A/V² എന്ന് പറയുന്നതാണ് അവിടുത്തെ ആ എന്തിനു കൊടുക്കുന്ന കറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രഷറിന് കൊടുക്കുന്ന കറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കറക്ഷൻസും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ PV = RT എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെയായി മാറും? P പ്ലസ് പ്രഷറിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക? A/V² കൂടെ ആഡ് ചെയ്തു. പിന്നെ അടുത്ത ഇൻറ്റു അവിടുത്തെ വോളിയൻ്റെ സ്ഥലത്ത് എന്താണ് വോളിയം എന്തായി മാറും? V മൈനസ് B എന്ന് പറയുന്ന ടേം ആഡ് ചെയ്യപ്പെടും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? R × T. അപ്പോൾ ഇതിനെയാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ B എന്ന് പറയുന്ന കോയിഫിഷ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കറക്റ്റ് എന്താണ് ദ വോളിയം occupied by the gas molecules. ആ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയത്തിനെ കറക്റ്റ് ചെയ്യാനാണ് ബി ഉപയോഗിക്കുന്നത്. ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് നോൺ ആസ് ഇത് നമ്മൾ എന്ന് വിളിക്കുന്ന അറിയോ? കോ വോളിയം എന്ന് വിളിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് കോ വോളിയം. ഇനി അടുത്തൊരു ടേം ഉണ്ടല്ലോ, അതായത് A/V². ഈ A/V² എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കറക്ഷൻ ദാറ്റ് അക്കൗണ്ട് ഫോർ ദ മോളിക്കുലാർ ഫോഴ്സസ്. correction that account for the molecular forces of attraction. molecular force of attraction ഉള്ള കറക്ഷനാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്ന P/A/V is equal to R0 × T. അപ്പം ഇവിടെ ഇത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് R എന്ന് പറയുന്ന സാധനം. അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ ആഡ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വരും. കാര്യം വോളിയം കറക്ഷനും പിന്നെ എന്തുവാണ് നമ്മുടെ പ്രഷർ കറക്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പുറത്ത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇട്ടാൽ മതി. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വരുന്ന ടൈമിൽ ഇത് വോളിയം ഓഫ് ദ മോളിക്യൂൾ ഗ്യാസ് ഈസ് കൺസിഡർഡ് എന്താ വാൻ ഡെർ വാൾസ് ഇക്വേഷൻസ്. അതായത് ടോട്ടൽ വോളിയം ആണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ വോളിയം ഇവിടെ സ്മാൾ വോളിയം ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? R തന്നെ മതി. ഇവിടെ ഒരു ക്യാപിറ്റൽ വോളിയമാണ്. അതായത് നമുക്കിപ്പോൾ ക്യാപിറ്റൽ വോളിയമാണ് എടുക്കുന്നതെങ്കിൽ P പ്ലസ് എന്താണ് ഇപ്പോൾ ക്യാപിറ്റൽ വോളിയമാണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ P പ്ലസ് A/V² ഇൻറ്റു എന്താണ് V മൈനസ് B ഈസ് ഈക്വൽ ടു R. V എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വോളിയം. ടോട്ടൽ വോളിയമാണ് എടുക്കുന്നതെങ്കിൽ R ബാർ ഇൻറ്റു T എന്ന് പറയേണ്ടി വരും. R ബാർ എന്ന് പറയുന്നത് അവിടുത്തെ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്. യൂണിവേഴ്സൽ ഗ്യാസ്
കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് എ ആൻഡ് ബി എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും അവിടെ ഇപ്പോൾ നോക്കണ്ട. ഇനി ഇപ്പോൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പറയുന്നതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ സബ്സ്റ്റൻസ്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, ഇനി കുറച്ച് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ബൈ ഹാർട്ട് ഇത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൽ ഫസ്റ്റ് അടുത്ത നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് പഠിക്കുന്നത് ബെർട്ട്ലിയോട്ട് ഇക്വേഷൻ എന്ന് പറയും. ഇപ്പോൾ ബെർട്ട്ലിയോട്ട് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് ചുമ്മാ ഡെറിവേഷനോ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ പല പല ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ്സ്, അപ്പോൾ അത് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് പഠിക്കുക. പി പ്ലസ് എ ബൈ ടി ഇൻറ്റു വി സ്ക്വയർ ദ ഹോൾ ഇൻറ്റു വി മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി. ഓക്കെ, നെക്സ്റ്റ് വൺ റെഡ്ലിച്ച്-കോങ് ഇക്വേഷൻ. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും എന്ത് പഠിക്കണമെന്നേ ഉള്ളൂ, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ. ഓരോ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് തന്നെ റിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്ന ഒരുപാട് ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. വാൻ ഡെർ വാൾസ് ഇക്വേഷനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് റിയൽ ഗ്യാസ് ബിഹേവിയറിന്. പി പ്ലസ് ആർ ടി ബൈ വി മൈനസ് ബി, പി ഈക്വൽ ടു ആർ ടി ബൈ വി മൈനസ് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ ടി റൈസ് ടു 1/2 വി ഇൻറ്റു വി പ്ലസ് ബി. ഇതാണ് റെഡ്ലിച്ചിൻ്റെ ഇക്വേഷൻ. അടുത്ത ഡയറ്ററീസി ഇക്വേഷൻ ഉണ്ട്, അത് എന്താണ്? ഡയറ്ററി ഇക്വേഷൻ വന്നിട്ട് പി ഈക്വൽസ് ആർ ടി ബൈ വി മൈനസ് ബി ഇ റൈസ് ടു മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ ടി വി. ഇതാണ് ആ ഒരു ഇക്വേഷൻ. ഇനി അടുത്ത ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന സാധനമാണ് വിരിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് വിരിയൽ എക്സ്പാൻഷൻ. അത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ വിരിയൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പം വിരിയൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എന്താണ്, എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിരിയൽ ഇറ്റ് ഈസ് ആക്ച്വലി എക്സ്പ്രസ്ഡ് ആസ് എ പവർ ഓഫ് സീരീസ് ഇൻ എ റെസിപ്രോക്കൽ വോളിയൂംസ്. റെസിപ്രോക്കൽ വോളിയൂംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സീരീസ് ആയിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് പി വി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി, ഇത് പഠിച്ചു വെക്കണം, പ്ലസ് ഈക്വൽ ടു 1 പ്ലസ് ബി ബൈ വി പ്ലസ് സി ബൈ വി സ്ക്വയർ പ്ലസ് ഡി ബൈ വി ക്യൂബ് എക്സെട്ര. അപ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് വിരിയൽ എക്സ്പാൻഷൻ. അപ്പം നമുക്ക് ഈ വിരിയൽ ഇക്വേഷനിൽ ഇത് കോയിഫിഷ്യൻറ്റ് ബി സി ഡി എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് വിരിയൽ കോയിഫിഷ്യൻസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ്, ബിയും സിയും ഡി ഒക്കെ നമ്മൾ പറയുന്നത് ദ കോയിഫിഷ്യൻസ് ബി സി ഡി എക്സെട്ര ആർ നോൺ ആസ് സെക്കൻഡ്, third and fourth വിരിയൽ കോയിഫിഷ്യൻസ്. ഇനി അങ്ങോട്ടുണ്ടെങ്കിൽ അത് ഫിഫ്ത്ത് ആവും. കോയിഫിഷ്യൻസ് എന്ന് പറയും. ഇതിങ്ങനെ തുറന്നു പോകും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീസ് കോയിഫിഷ്യൻസ് വിൽ ബി ദ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ആ കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് ഫോഴ്സസ് എന്ന് പറയും, ഫോഴ്സസിനെ ഒന്നും അത് എന്ത് ചെയ്യുന്നില്ല, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെയൊന്നും അത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം വിരിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ പവേഴ്സിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത് അടുത്ത് എഴുതാൻ പറ്റും. ഇറ്റ് ക്യാൻ ആൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ represented by can be also represented in the powers of എന്താണ് പ്രഷർ. പി വി ബൈ എന്താണ് ആർ ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഈ ബി എന്ന് പറയുന്ന പ്രഷറിൻ്റെ വരുമ്പോൾ അതിന് ബി ഡാഷ് എന്നാണ് കൊടുക്കുന്നത്. 1/വിക്ക് വരാം നമുക്ക് എന്താ കൊടുക്കുന്നു, പ്രഷർ പി എന്ന് കൊടുത്തു. സി ഡാഷ് ഇൻറ്റു 1/v സ്ക്വയറിന് വരാം പി സ്ക്വയർ എന്ന് കൊടുത്തു. പ്ലസ്
ഡി ഇൻറ്റു 1/v ക്യൂബ് പകരം പി ക്യൂബ് എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ പ്രഷറിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോയിഫിഷ്യൻസ് ബി ഡാഷ് സി ഡാഷ്. അപ്പോൾ ഇതിന് നമ്മൾ വിരിയൽ കോയിഫിഷ്യൻസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ ഉള്ളി എന്നുള്ള കാര്യം നമ്മൾ. അപ്പോൾ വിരിയൽ എക്സ്പാൻഷൻസ് ഇൻ ടേംസ് ഓഫ് പ്രഷറും ഇൻ ടേംസ് ഓഫ് എന്താണ് സ്പെസിഫിക് വോളിയം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ടേംസിലാണ് നമ്മൾ സംഭവം പറയുന്നത് നോക്കാം. ഇഫ് ലിമിറ്റ്, ഞാനൊരു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് പ്രഷർ ടെൻസ് ടു 0 പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞെടുക്കാൻ പോവാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് പ്രഷർ ടെൻസ് ടു 0 ഈ ഒരു ഇക്വേഷൻ കൊടുത്തൂടെ. ഈ ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്താണ് 1 പ്ലസ് എന്ത് കൊടുക്കും, ബി ഡാഷ് ഇൻറ്റു പി പ്ലസ് സി ഡാഷ് ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ഡി ഡാഷ് ഇൻറ്റു പി ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇപ്പോൾ ഇവിടെ എന്താ കൊടുക്കുന്നത്, പ്രഷർ ടെൻസ് 0 ആണ്. പ്രഷർ ടെൻസ് 0 ആണെങ്കിൽ ലിമിറ്റ് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇസ് ഈക്വൽ ടു 1 എന്ന് വരൂലേ. ഇത് 0 ഇത് 0 ഇത് 0 ഇതെല്ലാം 1 എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ലിമിറ്റ് പ്രഷർ ടെൻസ് ടു 0 പി വി ബൈ ആർ ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, പി വി ബൈ ആർ ടി ചെയ്യുമ്പോൾ വി ഈക്വൽ ടു 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് എന്താണ്, നമുക്കെങ്ങനെ പറയാം, പി വി ബൈ ആർ ടി എന്ന് പറയുന്നത് 1 ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്, പി വി ഈസ് ഈക്വൽ ടു, നമുക്ക് ആർ ടി അങ്ങ് അപ്പുറത്ത് പോകില്ലേ, പി വി ഈസ് ഈക്വൽ ടു ആർ ടി. അതെന്ത് ബിഹേവിയറായി, ഐഡിയൽ ഗ്യാസ് ബിഹേവിയറായി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പ്രഷർ എന്ന് പറയുന്നത് 0ക്ക് അടുക്കുന്തോറും റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദി ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. റിയൽ ഗ്യാസ് എന്ത് ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കും. ഇഫ് എന്ത് ഇതാണെങ്കിൽ, ഇഫ് എന്താണ് പ്രഷർ ഈസ് റെഡ്യൂസ്ഡ് ടു 0, അതായത് പ്രഷർ എന്ന് പറയുന്നത് 0യിലേക്ക് കൊണ്ടുവരുമ്പോൾ റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഗ്യാസ് ബിഹേവിയർ കാണിക്കുമെന്ന് പറയാൻ പറ്റും, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഫസ്റ്റ് ഒരു ഇതങ്ങ് തീർക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വിരിയൽ എക്സ്പാൻഷൻ ഇനി ഒരു ഇതും കൂടെ കൊണ്ടിട്ട് നമുക്ക് കംപ്രസിബിലിറ്റി ഫാക്ടറും ലോ ഓഫ് കറസ്പോണ്ടിങ് ഫാക്ടറും പിന്നെ കംപ്രസിബിലിറ്റി ചാർട്ടും കൂടെ അങ്ങ് ഒരു ചെറിയൊരു സംഭവമായിട്ട് എടുത്തിട്ട് നമുക്കൊരു 2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം അങ്ങ് തീരും. അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാകുമ്പോഴത്തേക്ക് ആ മൊഡ്യൂളിൻ്റെ പകുതി തീർന്നു. ഇനി ബാക്കിയുള്ള മിക്സർ ഓഫ് ഗ്യാസസ് ആണ്.